സുഹൃത്തുക്കൾ, ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ലോകം അതീവ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന കർഷക പ്രക്ഷോഭം ഇന്നലെ ഏതാണ്ട് 100 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. സാധാരണ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പല രൂപത്തിൽ ഇതിനു മുൻപ് ഇത്രയും വിപുലമായ ജനപങ്കാളിത്തത്തോടെ ഇത്രയും ദീർഘകാലം ഒരുപക്ഷെ അക്രമരഹിതമായി നടന്ന ഒരു പ്രക്ഷോഭത്തിന് സമീപകാലത്തൊന്നും ഇന്ത്യ സാക്ഷ്യം വഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമായി വേണം കർഷക പ്രക്ഷോഭത്തെ നാം മനസ്സിലാക്കുവാൻ. ഒരു പ്രക്ഷോഭമെന്ന നിലയിൽ അത് മുന്നോട്ട് വെക്കുന്ന, അത് സ്വയം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ സംബന്ധിച്ചും സമകാലീനമായ ഇന്ത്യയുടെ രാഷ്ട്രീയ പരിസരത്തിൽ ഇത്തരമൊരു പ്രക്ഷോഭത്തിൻ്റെ പ്രാധാന്യത്തെയും നാം വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൽ മിക്കവാറും എല്ലാവരും കർഷക പ്രക്ഷോഭത്തിന് അനുകൂലമാണെങ്കിലും BJP ഒഴികെയുള്ള രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ പൊതുസമൂഹവുമൊക്കെ വാക്കാൽ പറയുന്നത് അവരെല്ലാം കർഷക പ്രക്ഷോഭത്തിന് അനുകൂലമാണെന്നാണ്. എന്നാൽ അതിൻ്റെ അലയൊലികളൊന്നും കേരളത്തിൽ തീരെ കാണുന്നില്ല എന്ന കാര്യവും നമ്മൾ കാണേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കർഷക പ്രക്ഷോഭത്തെ ഗൗരവമായി ചർച്ചയ്ക്കെടുക്കുന്ന വേദികളും കേരളത്തിൽ ദുർലഭമാണ് എന്ന് കാണാൻ കഴിയും. ഈ പ്രക്ഷോഭം തുടങ്ങിയ കാലം മുതൽ കേരളത്തിലെ ചെറുതും വലുതുമായ പ്രതിഷേധ പരിപാടികളിൽ പല സ്ഥലങ്ങളിൽ നിരന്തരമായി പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ ഇത്തരം പരിപാടികളിലെ ശുഷ്കിച്ച ആൾക്കൂട്ടവും ചെറുകിട ആവേശങ്ങൾക്കുമപ്പുറം എന്താണ് കർഷക പ്രസ്ഥാനം, കർഷക പ്രക്ഷോഭം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സൂചനകളെന്നതിനെ സംബന്ധിച്ചോ അതിനെ പിന്തുടരേണ്ടതിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ചോ ഗൗരവമായ ആലോചനകളൊന്നും പലപ്പോഴും കാണാറില്ല. വളരെ ചുരുക്കം ചില വ്യക്തികൾ മാത്രമാണ് വളരെ ഗൗരവമായി ഈ വിഷയത്തെ പിന്തുടരാൻ ശ്രമിക്കുന്നത് എന്നതാണ് എൻ്റെ വ്യക്തിപരമായ ഒരനുഭവം. ഈ വിഷയത്തെ ഒരു 2-3 ഭാഗങ്ങളായിട്ടാണ് വളരെ സംക്ഷിപ്തമായി പങ്കുവയ്ക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതൊന്ന്, ഈ പ്രക്ഷോഭം രൂപപ്പെട്ട ഭൗതികമായൊരു സാഹചര്യം കേരളം ഭരിക്കുന്ന BJP ഗവൺമെൻറ് പാർലമെൻറ്റിൽ കൊണ്ട് പാസാക്കിയ 3 കർഷക നിയമങ്ങളാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഷ്യത്തിൽ ഇന്ത്യയിലെ കർഷകരെ രക്ഷിക്കുവാൻ വേണ്ടി തയ്യാറാക്കിയതും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതുമായ നിയമങ്ങളാണ് 3. എന്നാൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കർഷകർ പറയുന്നൊരു കാര്യം, ഇത് ഞങ്ങളെ സഹായിക്കുവാനല്ല, മറിച്ച് കോർപ്പറേറ്റുകളെ, വൻകിട സാമ്പത്തിക ശക്തികളെ സഹായിക്കുവാനുള്ള ഗൂഢതന്ത്രമാണ് ഈ ഓർഡിനൻസുകളിൽ ഉള്ളത് എന്നതാണ് കർഷകരുടെ ആരോപണം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത്തരമൊരു നിയമം പാസ്സാക്കുന്നതിന് മുൻപ് ഇന്ത്യയിലെ ഒരു കർഷക സംഘടനയും ഒരു കർഷക പ്രസ്ഥാനവും ഇത്തരമൊരാവശ്യം മുന്നോട്ട് വച്ചിട്ടില്ല. കർഷകരുടെ ആവശ്യത്തിൽ നിന്നല്ല ഈ 3 നിയമങ്ങളും ഉണ്ടായത് എന്നത് വളരെ വ്യക്തമാണ്. രണ്ടാമതൊരു കാര്യം, കർഷകർ നിരന്തരമായി ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നതിന് വേണ്ടി
നമ്മൾ മലയാളികൾ പറയുന്ന തറവില, താങ്ങുവില നിശ്ചയിക്കണം എന്നത് അവർ നിരന്തരം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഈ 3 നിയമങ്ങളും പൂർണ്ണമായും നിശബ്ദമാണ് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ കർഷകർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കാതിരിക്കുകയും കർഷകർ ആവശ്യപ്പെടാത്ത കാര്യങ്ങളെ സംബന്ധിച്ച 3 നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നത് തന്നെ ഈ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ ഒരു ധാർമ്മിക ന്യായീകരണമായി നമുക്കെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഈ നിയമം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സംക്ഷിപ്തമായ ഒരു ഉള്ളടക്കം, ഈ 3 നിയമങ്ങളെ സംബന്ധിച്ച സംക്ഷിപ്തമായ ഒരു ഉള്ളടക്കം പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തെ നിയമം എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൻ്റെ ഒരു അമെൻമെൻ്റാണ്. ഓൾറെഡി ഇവിടെ നിലവിലുള്ള എസൻഷ്യൽ കമ്മോഡിറ്റി ആക്റ്റുണ്ട്. അതിൻ പ്രകാരമാണ് നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കപ്പെടുകയും അത് ഏതളവ് വരെ സംഭരിക്കണമെന്നും ഒരാൾക്ക് സംഭരിച്ച് വെക്കാവുന്നതിൻ്റെ അളവ് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അമിതമായി ഇത് സംഭരിച്ച് വെച്ച് കൃത്രിമമായി വിലക്കയറ്റം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു മുൻകരുതൽ മെക്കാനിസമാണ് ഈ ആക്റ്റിലൂടെ നിലവിലുണ്ടായിരുന്നത്. ഉദാഹരണത്തിന് 2014 NDA ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരുമ്പോൾ അവർ ഉള്ളി, ഉരുളക്കിഴങ്ങ് പോലെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഭക്ഷ്യധാന്യങ്ങളെ ഈ കമ്മോഡിറ്റീസ് ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരികയും വില നിയന്ത്രിക്കുകയും ചെയ്തു എന്ന അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇതിലാണ് ഒരു അമെൻമെൻറ്റ് വരുത്തിയിട്ടുള്ളത്. പല പ്രൊവിഷൻസാണ്. സർക്കാർ പറയുന്നത് അതിൻ്റെ വില നിയന്ത്രിക്കുക, ഇതിൻ്റെ സ്റ്റോക്ക് ലിമിറ്റ് തീരുമാനിക്കുക എന്നീ കാര്യങ്ങളിൽ ഈ പുതിയതായി കൊണ്ടുവന്ന അമെൻമെൻറ്റിൽ അപകടകരമായ 2 പ്രൊവിഷൻസ് ഉണ്ട്. അതിലൊന്ന്, അതിലെ സെക്ഷൻ 3 ഈ കമ്മോഡിറ്റി ആക്റ്റിലെ സെക്ഷൻ 3 1A പറയുന്നൊരു കാര്യം, എൻ്റെ സംക്ഷിപ്തമായൊരു കാര്യമാണ് പറഞ്ഞത്. യുദ്ധം, ക്ഷാമം, അസാധാരണ വിലക്കയറ്റം, പ്രകൃതി ദുരന്തം പോലുള്ള അസാധാരണ ഘട്ടത്തിൽ മാത്രമേ വില നിയന്ത്രണത്തിൽ ഗവൺമെൻറ് ഇടപെടൂ എന്നാണ്. അത്യാഹിതങ്ങൾ സംഭവിക്കുന്ന സമയത്ത് മാത്രമേ ഗവൺമെൻറ് വില നിയന്ത്രണത്തെക്കുറിച്ച് ആലോചിക്കൂ എന്നാണ് ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അമെൻമെൻറ്റ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ വിലക്കയറ്റം ഉണ്ടായാൽ അടിയന്തര, അതിന് ക്ഷാമം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, യുദ്ധമുണ്ടാകണമെന്ന് നിർബന്ധമില്ല. വിലക്കയറ്റം കൂടുന്നു എന്ന് വന്നാൽ സർക്കാർ ഏജൻസിക്ക് നേരിട്ട് ഇടപെടാൻ കഴിയുന്നൊരു നിയമത്തെ തിരുത്തുകയും ആ നിയമത്തിൽ വളരെ വ്യക്തമായും യുദ്ധമോ ക്ഷാമമോ കെടുതികളോ ഉണ്ടാകുമ്പോൾ മാത്രമേ വില നിയന്ത്രണത്തെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിക്കൂ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ട്രേഡേഴ്സിനെ, ഈ ഇതിൽ ഇടപെടാൻ പോകുന്ന കച്ചവട കക്ഷികളെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് കർഷകരുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. രണ്ടാമത്, ഈ സ്റ്റോക്ക് ലിമിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരാൾക്ക് എത്ര സ്റ്റോക്ക് ചെയ്യാം, ഈ സ്റ്റോക്കും മാർക്കറ്റിലെ വിലയും തമ്മിൽ വളരെ ഡയറക്റ്റായൊരു ബന്ധമുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കരിഞ്ചന്ത എന്ന് നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ കൃത്യമായ നിയമം ഇന്ത്യയിലുണ്ട്. അതിൽ ഈ ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ അതെങ്ങനെ ഇടപെടുമെന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് പറയുന്നൊരു കാര്യം, പഴം, പച്ചക്കറി മുതലായ പെട്ടെന്ന് ചീഞ്ഞു പോകാവുന്ന സാധനങ്ങൾക്ക് 100% വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകാത്ത ഭക്ഷ്യധാന്യങ്ങൾക്ക് 50% വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ മാത്രമേ ഗവൺമെൻറ് ഇടപെടൂ. ഇതാണ് പറയുന്നൊരു കാര്യം. ഇതെവിടെ ഇരുന്നാണ് പറയുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്തിലെ 105 രാജ്യങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ കണക്കെടുത്തപ്പോൾ 96ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഇന്ത്യ എന്ന് ഓർക്കണം. നമുക്ക് മുകളിൽ 105 രാജ്യങ്ങൾക്കകത്ത് 9 രാജ്യങ്ങളെ ദരിദ്രരായിട്ടുള്ളൂ. ബാക്കി 95 രാജ്യങ്ങളും നമ്മളെക്കാൾ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ മുന്നിലാണ് എന്ന് ഓർക്കണം.
അങ്ങനെ 68% ജനങ്ങളും ദരിദ്രരായിരിക്കുന്നൊരു സ്ഥലത്ത്, ദാരിദ്ര്യത്തിൻ്റെ കണക്ക് വെച്ച് 68% ജനങ്ങളും ദരിദ്രരും 30% ജനങ്ങൾ പരമദരിദ്രരുമായിരിക്കുന്ന ഒരു രാജ്യത്തിരുന്നാണ് ഭക്ഷ്യധാന്യങ്ങൾക്ക് 100%-ലധികം വില കൂടുമ്പോൾ മാത്രമേ ഗവൺമെൻറ് ഇടപെടൂ എന്ന് പറഞ്ഞാൽ ആ ഗവൺമെൻറ് ആരുടെ താല്പര്യത്തെയാണ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യമാണ് കർഷക പ്രസ്ഥാനം ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അവർ അസന്നിഗ്ധമായി പറയുന്ന ഒരു കാര്യം, ഇത് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് കോർപ്പറേറ്റുകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നതാണ്. രണ്ടാമതൊരു പ്രധാനപ്പെട്ട സംഗതി, ഈ സ്റ്റോക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു പുതിയൊരു സംവിധാനത്തിലേക്ക് കടക്കുകയാണ്. നമ്മളുടെ കൃഷി നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് കുറച്ച് പറമ്പുണ്ട്, അവിടെ നമ്മൾ കൃഷി ചെയ്യുന്നു, ഉൽപ്പന്നങ്ങൾ എടുക്കുന്നു, മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നു എന്ന സംവിധാനം പൂർണ്ണമായും റദ്ദ് ചെയ്യുകയും വൻ കുത്തകകൾക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു സംഗതിയായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഒരാൾക്ക് മൊത്തത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് അനുസരിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം വിലക്കയറ്റം ഉണ്ടായപ്പോൾ ഉള്ളിയും ഉരുളക്കിഴങ്ങും അതിൽ ഉൾപ്പെടുത്തി എന്നതുകൊണ്ട് മാത്രം അതിനെ വില നിയന്ത്രിക്കാൻ കഴിഞ്ഞൊരനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതുണ്ടായിരിക്കെ ഈ പുതിയ സംവിധാനത്തിനകത്ത്, പുതിയ ഓർഡിനൻസിൽ പറയുന്നൊരു കാര്യം, ഒരാളുടെ മൊത്തത്തിലുള്ള പ്രോസസ്സിംഗ് ശേഷിയെ അധികരിക്കാതിരിക്കാത്തതോ കയറ്റുമതിക്കുള്ള ഡിമാൻഡ് ഉണ്ടായിരിക്കുകയോ ചെയ്താൽ സ്റ്റോക്ക് ലിമിറ്റിംഗ് ബാധകമല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ വലിപ്പമാണ് എനിക്കെത്ര സ്റ്റോക്ക് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. എൻ്റെ കയ്യിൽ കിട്ടുന്ന എക്സ്പോർട്ടിംഗ് ഓർഡറിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഇന്ത്യയിലെ സാഹചര്യമല്ല എന്നർത്ഥം. ഇന്ത്യയിലെ മനുഷ്യർക്ക് ഭക്ഷണമുണ്ടോ, ഇന്ത്യയിലെ ജനങ്ങൾ ദരിദ്രരായി കിടക്കുന്നുണ്ടോ, അവർക്ക് ഭക്ഷണം മതിയായി കിട്ടിയിട്ടുണ്ടോ, ഇതൊന്നുമല്ല. മറിച്ച് എൻ്റെ കയ്യിൽ കിട്ടുന്ന ആ കടലാസ കഷണത്തിൽ പറയുന്ന മെട്രിക് ടൺ എത്രയാണോ അത്രയും, അതിൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ പുതിയ നിയമത്തിൽ പറയുന്നത്. വളരെ കൃത്യമായും കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ പ്രോസസ്സിംഗ് യൂണിറ്റിൻ്റെ കപ്പാസിറ്റിയാണ് എത്ര ക്വാണ്ടിറ്റി അയാൾക്ക് സൂക്ഷിക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഇതിവിടെ നടപ്പിലായാൽ കർഷകർ പറയുന്നത് വളരെ ഉറപ്പാണ്, വ്യാപകമായി ഇന്നത്തേക്കാൾ രൂക്ഷമായ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും ഇന്ത്യൻ ജനത ചെന്നു വീഴും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതാണ് എസൻഷ്യൽ കമ്മോഡിറ്റിയിൽ വരുത്തിയ മാറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് സേവയുടെ സംഗതികൾ. രണ്ടാമത്, ഇതെല്ലാം വളരെ വലിയ കർഷകർക്ക് അനുകൂലമാണെന്ന് തോന്നിക്കുന്ന നിരവധി വാക്കുകൾ ഈ ഇതിനകത്തുണ്ട്, ഈ നിയമത്തിലുണ്ട്. ഒറ്റ നോട്ടത്തിൽ അത് കൊള്ളാമല്ലോ എന്ന് നമുക്ക് തോന്നാം. ഇത് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ഓർഡിനൻസ് എന്നാണ് പറയുന്നത്. അത് പ്രൊമോട്ട് ചെയ്യാനാണ്, കർഷകരുടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനം സുഗമമാക്കുവാനും പ്രൊമോട്ട് ചെയ്യുവാനും പുതിയ നിയമം വന്നിരിക്കുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാവുന്നൊരു നിയമമാണ്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി സംക്ഷിപ്തമായി നമ്മൾ ഈ വിപണനത്തിന്, ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ സ്ഥിതി വളരെ വ്യാപകമായി മണി ലെൻഡേഴ്സ്, പണം കടം കൊടുക്കുന്നവർ വളരെ തുച്ഛമായ വിലയ്ക്ക് ഒരു നിയമവും ബാധകമല്ലാതെ കർഷകൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വളരെ വലിയ വിലയ്ക്ക് മാർക്കറ്റിൽ വിറ്റ് ലാഭമുണ്ടാക്കുകയും ചെയ്യുന്ന പരിപാടി നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു ഇന്ത്യ. അവിടെ 1928 ഈ വിഷയത്തിനൊരു തീരുമാനമുണ്ടാക്കുവാൻ ഒരു റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ എന്ന് പറയുന്നൊരു കമ്മീഷനെ നിയോഗിക്കുന്നുണ്ട്. ആ കമ്മീഷൻ സർക്കാരിനോട് പറഞ്ഞൊരു കാര്യം, റെഗുലേറ്റഡ് മാർക്കറ്റ് ഉണ്ടാക്കണമെന്നാണ്. നിയമത്താൽ നിയന്ത്രിതമായ മാർക്കറ്റ് ഉണ്ടായിരിക്കണം. അവിടെ ആർക്കും കയറി എന്തും ചെയ്യാവുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം എല്ലാ സ്റ്റേറ്റും പാസ്സാക്കണം എന്നൊരു നിർദ്ദേശം വന്നെങ്കിലും 1938 അതിൻ്റെ ഒരു മോഡൽ ആയിട്ടുള്ള ഒരു ലെറ്റർ 1938 എല്ലാ സ്റ്റേറ്റിനും അയച്ചു കൊടുത്തെങ്കിലും ഓർഡിനൻസിനൊരു മോഡൽ എങ്ങനെയായിരിക്കണം നിയമം ഉണ്ടാക്കേണ്ടത് എന്നെ സംബന്ധിച്ച് ഓർഡർ എല്ലാ സ്റ്റേറ്റിനും അയച്ചു കൊടുത്ത് ബംഗാൾ മാത്രമാണ് അതൊന്ന് പരിഗണിച്ചത്. വേറെ ഒരു സ്റ്റേറ്റും ഇത് പരിഗണിച്ചില്ല. അങ്ങനെ നിയമവും ഉണ്ടായില്ല. കാരണം ഈ മണി ലെൻഡേഴ്സിൻ്റെ സ്വാധീനം അത്ര വലുതാണ് ഈ ലോക്കൽ സ്റ്റേറ്റിൽ.
നിയമമുണ്ടാകും. പക്ഷേ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ വീണ്ടും ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ 1950 തുടക്കത്തിൽ തന്നെ എല്ലാ സ്റ്റേറ്റുകളും ഒരു പ്രത്യേക നിയമം പാസ്സാക്കി. ആ നിയമം അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി ആക്ട് എന്ന് പറയുന്നൊരു നിയമമാണ്. അതാണ് ഈ വില നിയന്ത്രണത്തിൽ, അതായത് മാർക്കറ്റിൽ കർഷകർ അമിതമായി ചൂഷണം ചെയ്യുന്നതിനെ തടയാനുള്ള ഒരു പ്രൊവിഷൻ അതിനകത്താണുള്ളത്. അതിനെ തുടർന്നാണ് ഒരു മിനിമം വില ഏത് പ്രോഡക്റ്റിനും ഉണ്ടായിരിക്കണമെന്ന ഒരു സംഗതി ഉണ്ടാവുന്നത്. ഒരു മിനിമം വില ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇൻ്റർ സ്റ്റേറ്റും ഇൻട്രാ സ്റ്റേറ്റുമായിട്ടുള്ള വിപണനത്തിൽ ഒരു നാഷണൽ ഏജൻസിയെ പ്രഖ്യാപിക്കുന്നു. ഇന്നും ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ വിൽക്കുന്നതിലെ ഏറ്റവും വലിയ ഏജൻസി അതാണ്. നാഫഡ് എന്ന് പറയുന്നത് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡാണ്. അതാണ് ഇപ്പോഴും ഏറ്റവും വലിയ ഏജൻസി ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇൻ്റർ സ്റ്റേറ്റിലും ഇൻട്രാ സ്റ്റേറ്റിലുമാക്കി വിൽക്കുന്നത്. അതേ തുടർന്നാണ് FCI ആണെങ്കിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കർഷകരിൽ നിന്ന് നേരിട്ട് ഗോതമ്പും അരിയും വാങ്ങി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മിനിമം ഒരു താങ്ങുവില നിശ്ചയിക്കുന്നു. അത് വിപണനം ചെയ്യുവാൻ പ്രാദേശികമായ ഗവൺമെൻറ്റുകൾ നിയമം പാസ്സാക്കുന്നു. ദേശീയമായ അതിൻ്റെ വിപണനത്തിന് ദേശീയമായൊരു സമിതി ഉണ്ടാവുന്നു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോലെയുള്ള ഒരു വലിയ സ്ഥാപനമുണ്ടായി കർഷകർ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങി ശേഖരിക്കും. ഇങ്ങനെ ബഹുമുഖമായ സംവിധാനത്തിലൂടെയാണ് നാളിതുവരെയുള്ള ഇടപാടുകൾ നടന്നു വന്നിരുന്നത്. ഇതെല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള വാദം കർഷകരും പറയുന്നില്ല. ഇതിനകത്തെല്ലാം പ്രശ്നമുണ്ട്. ഇപ്പോഴും പ്രാദേശികമായി ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ചീപ്പ് റേറ്റിൽ വാങ്ങിക്കൊണ്ടുപോയി അവർ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഇതിലൊന്നും അവർക്ക് തർക്കമില്ല. നമ്മുടെ ഗവൺമെൻറ് പറയുന്നത് ഇപ്പോഴും ഇടനിലക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ഇടനിലക്കാരെ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഈ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില ചതിക്കുഴികൾ പ്രധാനമായിട്ടുള്ളത് ഇതിൽ നിന്നും 2-3 ഉദാഹരണങ്ങൾ മാത്രമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ്. ഇതിൻ്റെ അകത്ത് 4ാമത്തെ പ്രൊവിഷനിൽ പറയുന്നൊരു കാര്യം, ഒരു വ്യാപാരിക്ക് ഏത് കർഷകനുമായും ഇന്ത്യയിൽ എവിടെയും ഏത് കർഷകനുമായും ഏത് വ്യാപാരിയുമായും ഈ വ്യാപാരത്തിൽ ഏർപ്പെടാവുന്നതാണ് എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതൊരു ട്രേഡ് ഏരിയയിലാണ്. ഈ ട്രേഡ് ഏരിയയുടെ നിർവചനത്തിലാണ് പ്രശ്നം കിടക്കുന്നത്. ട്രേഡ് ഏരിയ എന്ന് പറയാൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ കർഷകൻ്റെ പാടത്തിൻ്റെ സൈഡിലുള്ള ചന്തയല്ല, ഫാം ഗേറ്റ് അല്ല. ഇത്രയും നാളും അങ്ങനെയാണ് ലോക്കൽ ആയിട്ടുള്ള മണ്ടികളെന്ന് അവിടെ പറയുന്ന, നോർത്ത് ഇന്ത്യയിൽ പറയുന്ന പ്രാദേശികമായ ചന്തകളിലൂടെയും ഈ ഫാം ഗേറ്റിലും വന്നാണ് ഇത് കളക്ട് ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്ന ഏജൻസ്. എന്നാൽ ഈ പുതിയ നിയമത്തിൽ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത് ഫാം ഗേറ്റ്, ഫാക്ടറി പ്രെമിസസ്, വെയർ ഹൗസസ്, കോൾഡ് സ്റ്റോറേജ്, എനി അതർ സ്ട്രക്ചർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകൾ ഈ വിപണനത്തിന് വേണ്ടി ഉണ്ടാക്കാവുന്ന മുഴുവൻ സംവിധാനത്തെയും ട്രേഡ് ഏരിയ ആയിട്ടങ്ങ് പ്രഖ്യാപിച്ചേക്കുക. എന്ന് പറഞ്ഞാൽ ഈ ട്രേഡ് ആര് നടത്തുമെന്നാണ് ഈ പറയുന്നത്? ഈ 1.5 ഏക്കർ കർഷകൻ നടത്തുമോ? ഇതാണ് കർഷകർ ഉന്നയിക്കുന്നൊരു പ്രശ്നം. 2 ഏക്കർ കർഷകൻ, 5 ഏക്കറുള്ള ഒരു കർഷകൻ ഇതിനകത്ത് എന്ത് റോള്? കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് രാജ്യമെമ്പാടും വെയർ ഹൗസുകളും സ്റ്റോർ ഹൗസുകളും എല്ലാം പണിത് വലിയ കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കി പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടാക്കി ഇടപെടുന്ന ഒരു സംവിധാനത്തിന് ഇന്ത്യയെ വിട്ടുകൊടുക്കുമ്പോൾ സാധാരണ കർഷകരെ എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് അവർ യഥാർത്ഥത്തിൽ ഉന്നയിക്കുന്നത്. ഈ നിയമം വളരെ വ്യക്തമായും അതിനുത്തരം പറയുന്നില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഈ മിനിമം പ്രൈസ് എന്ന് പറയുന്ന ആ വാക്ക് പോലും ഈ നിയമത്തിൽ ഉപയോഗിക്കുന്നില്ല. ഇതിനകത്തുള്ള വേറെ അപകടകരമായ ഈ 2ാമത്തെ ആക്ടിൽ അപകടകരമായ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ സ്റ്റേറ്റും ആദ്യം ഒരു നിയമം പാസ്സാക്കിയിരുന്നു. അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നൊരു സംഭവം. അതൊരു നിയമമാണ്, ഒരു ആക്റ്റാണ്. ഒരു സംസ്ഥാനവും APMC ആക്ടിൻ്റെ പേരിൽ യാതൊരുവിധ നികുതിയും വ്യാപാരിയിൽ നിന്നോ കർഷകനിൽ നിന്നോ പിരിക്കാൻ പാടുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ഫ്രീ ട്രേഡാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇത്
നികുതി പിരിക്കണോ വേണ്ടയോ എന്നതിനേക്കാൾ അപ്പുറം ഇത് ഉന്നയിക്കുന്നത് ഗുരുതരമായ മറ്റൊരു കാര്യമാണ്. ഇന്ത്യ ഒരു ഫാസിസ്റ്റ് സ്റ്റേറ്റാണ് എന്നതിൻ്റെ വലിയ തെളിവാണ് ഈ പ്രൊവിഷൻ. ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇത്തരമൊരു നിയമം പാസ്സാക്കാനുള്ള അധികാരമില്ല എന്നതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. അതായത് സംസ്ഥാന ഗവൺമെൻറ് പിരിക്കാൻ പാടില്ല എന്ന് പറയാൻ അവകാശമില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ ഭരണഘടന 254(2) എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കുന്നു, ഇന്നതേ നടക്കൂ, അതിനൊരു സുപ്രീം സ്റ്റാറ്റസ് ഉണ്ടെങ്കിലും സമാനമായ അത്തരം നിയമങ്ങൾ ഏതെങ്കിലും സ്റ്റേറ്റിലുണ്ടെങ്കിൽ അത് സ്വയം റദ്ദ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് ആ പ്രൊവിഷൻ. സ്വയം റദ്ദ് ചെയ്യപ്പെടുന്നില്ല. റദ്ദ് ചെയ്യപ്പെടണമെന്നും പറഞ്ഞ് നേരത്തെ പാട്ന ഹൈക്കോടതിയിൽ ഒരു വലിയ കേസ്, പ്രമാദമായൊരു കേസ് നടന്നു. ആ പ്രമാദമായ കേസിൽ കോടതി പറഞ്ഞൊരു കാര്യം, ഈ നിയമം ബീഹാറിൽ നിലനിൽക്കും എന്നാണ് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഈ നിയമം ഇവിടെ നിലനിൽക്കും എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്റ്റേറ്റിൻ്റെ ഒരു അധികാരത്തെ കവർന്നെടുക്കുന്ന ഒരു പ്രൊവിഷനാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ സ്റ്റേറ്റ് പിരിക്കാൻ പാടില്ല എന്നത്. ഇപ്പോൾ കർഷകനോട് പിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സെസ് പിരിക്കാൻ പാടില്ല, ഇതൊന്നും പിരിക്കാൻ പാടില്ല, പിന്നെ സ്റ്റേറ്റ് ഒന്നും ചെയ്യണ്ട എന്നുകൂടിയാണല്ലോ അതിൻ്റെ അർത്ഥം. എന്നാണ് കർഷകർ പറയുന്നൊരു കാര്യം. കർഷകരിൽ നിന്നും 1 രൂപ പോലും സെസ് പിരിക്കണ്ട, ടാക്സ് പിരിക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സർക്കാർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ APMC ആക്ട് സ്വയം ഇല്ലാതാകുമെന്നാണ് കർഷകർ പറയുന്നൊരു കാര്യം. അതിന് യാതൊരു ആക്ടിങ് പവറില്ല. അതുള്ളത് കൊണ്ടാണല്ലോ ഈ ടാക്സൊക്കെ പിരിക്കണം. ടാക്സ് പിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആക്ട് എന്തിനാ? സർക്കാർ സ്വയം പിൻവാങ്ങും. ഇന്ന് നമ്മൾ കാണുന്ന അപകടകരമായ ഫ്രീ ട്രേഡ് എന്ന് പറയുന്നൊരു സംഭവമുണ്ടാകും. ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരായിരിക്കുമെന്ന് ഈ ഫാസിസ്റ്റ് ഇന്ത്യയിലിരുന്ന് കൂടുതൽ മനനം ചെയ്യേണ്ടതില്ല. കാരണം ഗവൺമെൻറ് അന്ന് ഈ പെട്രോളിയം കമ്പനികൾക്ക് പെട്രോളിൻ്റെ വില നിശ്ചയിക്കുവാനുള്ള കുത്തക വിട്ടുകൊടുക്കുമ്പോൾ ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അന്താരാഷ്ട്ര വിലയുമായി താരതമ്യം ചെയ്ത് ഇതെപ്പോഴും താന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ഒരിക്കൽ പോലും ഇത് താന്നിട്ടില്ല എന്ന് ഓർക്കണം. ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത്, അന്താരാഷ്ട്ര വിലയിൽ കൂടുമ്പോൾ ഇവിടെ കൂടും, അവിടെ കുറയുമ്പോൾ ഇവിടെ കൂടും എന്നൊക്കെ പറയുന്ന വിധമുള്ള. അപ്പോൾ ഈ കൂടെ നിൽക്കുന്ന അനുയായി ഈ മുരളീധരൻ എന്ത് സംഭവിച്ചു എന്നിങ്ങനെ നോക്കി നിൽക്കുന്നൊരു വിചിത്രമായ ചിത്രം നമ്മൾ കണ്ടു. കാരണം പറയുന്ന ഭ്രാന്താന്ന് അയാൾക്ക് തന്നെ അറിയാം. ഇത് നടക്കില്ല. ഈ ഫ്രീ ട്രേഡിൻ്റെ ഒരു സംഗതിയിലേക്കാണ് നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് കൂടി എത്തിയാൽ, പെട്രോളിൻ്റെ കാര്യം പോട്ടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഈ ഗതി വന്നാൽ ഈ ദരിദ്ര രാജ്യത്തെ മനുഷ്യരെന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് കർഷക പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഉന്നയിക്കുന്നത് എന്ന് നമ്മൾ കാണണം. എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ഒരു ഫെഡറൽ സ്വഭാവത്തെ കൂടി അട്ടിമറിക്കുന്ന ഒരു ഫാസിസ്റ്റ് നിയമനിർമ്മാണമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുകൂടി നമ്മൾ കാണണം. മൂന്നാമത്തെ ഇപ്പോൾ ഈ പ്രമാദമായിരിക്കുന്ന നിയമം, മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ഫാർമേഴ്സ് എംപവർമെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എഗ്രിമെൻ്റ് ഓൺ പ്രൈസ് അഷ്വറൻസ് ആൻഡ് ഫാം സർവീസ് ഓർഡിനൻസ് 2020. ഇതാണ് നിയമത്തിൻ്റെ. ഇത് കേട്ടാൽ തോന്നും കർഷകർ ഇതോടുകൂടി രക്ഷപ്പെടാൻ പോവുകയാണെന്നേ തോന്നത്തുള്ളൂ. പക്ഷേ ആ ആക്റ്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇവർ യഥാർത്ഥത്തിൽ കോൺട്രാക്റ്റ് ഫാമിങ്ങിനെയാണ് ഈ ഓർഡിനൻസിൽ പ്രധാനമായും. കോൺട്രാക്റ്റ് ഫാമിങ് ഈ കോൺട്രാക്റ്റ് ഫാമിങ്ങിനൊരു ഹിസ്റ്ററി ഉണ്ട്, നമുക്കറിയാം. 1950-കൾ 60-കൾ മുതൽ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ആരംഭിച്ച വളരെ വലിയ കുത്തകകൾ, വലിയ ഫാമുകൾ നിർമ്മിച്ച് വളരെ ക്വാണ്ടിറ്റി ഉൽപ്പാദനം നടത്തുന്ന ഒരു പുതിയൊരു സംവിധാനമാണ്. ഈ സംവിധാനം മിക്കവാറും എല്ലാ സ്ഥലത്ത് തന്നെ അവർ പ്രഖ്യാപിച്ച തരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നത് അനുഭവമാണ്. ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരുപക്ഷെ മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അവർക്ക് സാധ്യമായിരുന്നിരിക്കും. പക്ഷേ നമ്മുടേതുപോലുള്ള 3-ാം ലോക രാജ്യങ്ങളിലെ ഈ വലിയ ഫാമിംഗ് കോൺട്രാക്റ്റ് ഫാമിംഗ് അവർ പ്രഖ്യാപിച്ച ഫലം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നത് നമുക്ക് അനുഭവമായി തന്നെ കാണാൻ കഴിയും. ഇവിടെ ഈ കോൺട്രാക്റ്റ് ഫാമിങ്ങിൻ്റെ ഒരു സംഭവം, ഒരു കാര്യം, ഒരു പ്രദേശത്തെ ഭൂമി മുഴുവൻ, അവിടെ
5 ഏക്കറും 3 ഏക്കറും ഒക്കെ ഉള്ളതിനെ എല്ലാത്തിനും കൂടി ഒരു ബിഗ് ഫാമാക്കി മാറ്റിയിട്ട് അതിൽ അവർ തീരുമാനിക്കുന്നൊരു വിള നടുക, അത് അന്താരാഷ്ട്ര മാർക്കറ്റിലോ ലോക്കൽ മാർക്കറ്റിലോ വിറ്റെടുക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ് അതിൽ നടക്കുന്നത്. ഇതിൽ വളരെ അനധികൃതമായ നിരവധിയായ കാര്യങ്ങൾ, നിയമബാഹ്യമായ നിരവധിയായ കാര്യങ്ങൾ നടക്കുന്നു. അതിലൊന്ന് ഇപ്പം ഇന്ത്യയിൽ നിലവിലുണ്ട് കേട്ടോ, ഈ ഫാമിംഗ് ഉണ്ട്. ഇപ്പോൾ കാഡ്ബറിയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്, പെപ്സിയും ചെയ്യുന്നുണ്ട്, ഈ വലിയ ഫാമിംഗ് നടത്തുന്നുണ്ട് ഇവിടെ. ഈ വളരെ വലിയ ഈ പറഞ്ഞ ഈ കോൺട്രാക്റ്റ് ഫാമിങ്ങിനെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നബാർഡും SBI, ICICI, ആക്സിസ് ബാങ്ക് പോലുള്ള ബാങ്കുകളുടെ ഒരു ശൃംഖല ഇതുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റ് ഫാമിങ്ങിന് ഭൂമി വിട്ടുകൊടുക്കുന്നവന് ഇതിന് ക്യാപിറ്റൽ സപ്പോർട്ട്, ഈ സംഭവത്തിന് ക്യാപിറ്റൽ സപ്പോർട്ടായിട്ട് നമ്മുടെ ബാങ്കുകൾ മുന്നിലുണ്ട് എന്ന് കാണുന്നു. നമ്മുടെ സാധാരണ ഒരു കർഷകൻ ചെന്ന് ഒരു 5000 രൂപ ചോദിച്ചാൽ കൊടുക്കുകയില്ലാത്ത ബാങ്കാണ് കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടൊരു എഗ്രിമെൻറ്റിൽ തന്നെ ഒപ്പിട്ട് കൂടെ നിൽക്കുന്നത്. ഇതൊരു വലിയ സംവിധാനമാണ്. ഈ പാവപ്പെട്ട കർഷകർക്ക് യാതൊരു വോയിസുമില്ലാത്ത, അവർക്കൊരിക്കലും ഇടപെടാൻ കഴിയാത്ത പുതിയൊരു സംവിധാനത്തിലേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ പുതിയ സംവിധാനത്തിലേക്ക് ഇന്ത്യ കടക്കണ്ടെന്നൊരു അഭിപ്രായമുള്ള ഒരാളല്ല ഞാൻ. കടക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിൽ വളരെ ബോധപൂർവമായി തന്നെ കർഷകരുടെ താല്പര്യങ്ങളെ ബലി കഴിക്കുകയും കോർപ്പറേറ്റുകളുടെ താല്പര്യം എക്സ്പ്ലിസിറ്റായിട്ട് തുറന്ന് തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന ഈ നീക്കം എന്ന നിലക്കാണ് കർഷകരുടെ പ്രക്ഷോഭം ന്യായീകരിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ. അതിനകത്ത് ഈ ക്വാളിറ്റി, ഫാമിങ്ങിൻ്റെ വലിയ തട്ടിപ്പുകളൊന്നാണ് ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി. അതാര് തീരുമാനിക്കും? ഇന്ത്യയിലാകെ, നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലാകെ 46 ഫാക്ടറിയേ ഉള്ളൂ ഈ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കാൻ. അതിലെ ഒരു ഫാക്ടറിയിൽ 15 ടെസ്റ്റേ നടക്കത്തുള്ളൂ, 15 എണ്ണം. ഇവിടെ എന്ത് നടക്കുന്നേ? ഇപ്പം ആര് തീരുമാനിക്കുന്നേ ഈ പറയുന്നത്? കോർപ്പറേറ്റ് ശക്തികളുടെ ഏജൻറ്റ് വന്നിട്ട് ഇതിന് ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഇല്ല, അത്രേ ഉള്ളൂ. അതല്ലാതെ കർഷകന് തെളിയിക്കാൻ പറ്റില്ല. ഇതിനൊരു സാമ്പിളും എടുത്തുകൊണ്ട് അടുത്ത സംസ്ഥാനത്തേക്ക് വിടാൻ പറ്റുമോ? അവനിത് ക്വാളിറ്റി ഉള്ള സാധനമാണെന്ന് തെളിയിക്കാൻ? അങ്ങനെ തെളിയിച്ചിട്ട് വന്നാൽ ഇവർ സമ്മതിക്കുമോ? അപ്പം ഇത് കേൾക്കുമ്പോൾ വളരെ സുന്ദരമാണ് ക്വാളിറ്റി. ശരിയാണ്, ക്വാളിറ്റി വേണമല്ലോ, കേൾക്കുമ്പോൾ സുന്ദരമാണെന്ന് തോന്നാം. ഈ ക്വാളിറ്റി വലിയ ട്രാപ്പാണ്. അത് ഈ അഗ്രികൾച്ചർ ഫാമിങ്ങിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളൊരു കാര്യം. 2002 പഞ്ചാബിൽ ഈ പറയുന്ന ഈ കോൺട്രാക്റ്റ് ഫാമിംഗ് 2002 തുടങ്ങുന്നുണ്ട്. ഏതാണ്ട് 500-1000 ഏക്കറിൽ ഈ ഫാമിംഗ് ആരംഭിച്ചു. മെയ്സ് ആ സാധനമൊക്കെയാണ് അവിടെ ഇത് ചെയ്യുന്നത്. കാലാവസ്ഥ വളരെ മോശമായിപ്പോയി. സ്വാഭാവികമായിട്ട് കൃഷി നശിക്കുമല്ലോ, അതിൻ്റെ ക്വാളിറ്റി പോകും. അല്ല, ഇതൊരു സത്യമാണെന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണാധികാരികൾക്ക് അറിയാൻ പാടില്ലാത്തത്? ഇന്ത്യൻ കർഷകൻ്റെ ജീവിതം പകുതി അവൻ്റെ അധ്വാനത്തിലും പകുതി അവൻ്റെ ഈ പറഞ്ഞ കാലാവസ്ഥയെ ആശ്രയിച്ചും ഒക്കെയാണ് കൃഷി നശിക്കുകയോ നിലനിൽക്കുകയോ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഇത് നമ്മളും ഭരണാധികാരികളും അംഗീകരിക്കേണ്ട കാര്യമാണ്. അതല്ലാതെ എവിടെ എപ്പോൾ കൃഷി ചെയ്താലും നല്ല വിളവ് കിട്ടിക്കൊള്ളുമെന്നുള്ള യാതൊരു ഗ്യാരണ്ടിയും കർഷകൻ്റെ മുന്നിലില്ല. അപ്പോൾ അത് മുഴുവൻ നശിച്ചുപോയപ്പം സ്വാഭാവികമായിട്ട് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഈ പറയുന്ന കോൺട്രാക്ടർ കൈയൊഴിഞ്ഞു. സ്വാഭാവികമായിട്ട് ഈ പ്രോഡക്റ്റ് മുഴുവൻ ലോക്കൽ മാർക്കറ്റിലേക്ക് വന്നു. ലോക്കൽ മാർക്കറ്റിൽ സാധനങ്ങൾ കൊണ്ടങ്ങ് നിറഞ്ഞപ്പോൾ വില 2 രൂപയായിട്ട് കുറഞ്ഞു. മനസ്സിലായില്ലേ? ഇതുണ്ടാക്കുന്നൊരു അപകടം നമ്മൾ അറിയണം. ഈ വലിയ വലിയ വമ്പന്മാരിങ്ങനെ വിളിച്ച് തൊഴുത് കൊണ്ടുവന്ന് നമ്മുടെ പാടശേഖരങ്ങളിൽ കൊടുക്കുമ്പോൾ ഇതുണ്ടാക്കുന്ന അപകടങ്ങളുടെ ഒരു അനുഭവമാണ് പഞ്ചാബിലുണ്ടായത്. അത് കൊടുത്തവന് മാത്രമല്ല ഉണ്ടായത്, വിളവെടുത്തവന് മാത്രമല്ല ഉണ്ടായത്. ഇതിലൊന്നും പെടാതെ സ്വന്തം നിലക്ക് കൃഷി ചെയ്ത് കൊണ്ടുവന്ന് ഗോതമ്പ് വിൽക്കാൻ ശ്രമിച്ചവൻ്റെയും ജീവിതം തകരുക ചെയ്തത്. ഇങ്ങനെ വളരെ വലിയ എഫക്റ്റുള്ളൊരു സംഭവമാണ് ഈ ഫാമിംഗ് എന്ന് പറയുന്നത്. എന്തിനാ ഇതൊക്കെ പറഞ്ഞു? ഈ നമ്മുടെ ഇവിടെ മുതലമട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പാലക്കാട്. ഏഷ്യയിൽ ആദ്യമായി മാംഗോ റൈപ്പ് ചെയ്യുന്ന സ്ഥലമാണ് മുതലമടയിൽ ആദ്യം മാങ്ങ പഴുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വില കിട്ടേണ്ടത് മുതലമടയിലെ മാങ്ങയ്ക്കാണ്. ഏറ്റവും കൂടുതൽ വിലയൊക്കെ കിട്ടും, പക്ഷേ കർഷകന് കിട്ടത്തില്ല. കാരണം ഈ പറഞ്ഞ ഫാമിങ്ങാണ്, കോൺട്രാക്റ്റാണ്. കർഷകന് കിട്ടത്തില്ലെന്ന് പറയുമ്പോൾ 32 രൂപയ്ക്കാണ്
അവർ മേടിച്ചുകൊണ്ട് പോകും. അവർ ഡൽഹിയിൽ അതെത്തിക്കുമ്പോൾ 1 കിലോയ്ക്ക് 320 രൂപയും വിദേശത്തെത്തിക്കുമ്പോൾ 1500 രൂപയും. ഇതെല്ലാം കൊണ്ടുവന്ന് ഇടനിലക്കാരാണ് കൊണ്ടുപോകും. അതൊരു സംവിധാനം നമുക്കില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കർഷകൻ്റെ പ്രോഡക്റ്റ് ഉണ്ടായാലും മാർക്കറ്റ് അവൻ അനുകൂലമായാലും അവനതിൻ്റെ വിഹിതം കിട്ടാത്തൊരു സ്ഥിതിവിശേഷമുള്ള ഇന്ത്യയിലാണ് ഈ തരത്തിലുള്ള ആക്റ്റുകൾ പാസ്സാക്കുന്നത് എന്നതാണ് പ്രധാനമായും നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഇതിൻ്റെ പ്രൊവിഷൻസിൽ ബഹുഭൂരിപക്ഷവും ഈ കോർപ്പറേറ്റുകളുടെയും വൻകിട ശക്തികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം തർക്കമില്ല. ഈ മുതലമടയിൽ 2018 ഒരു സ്റ്റഡി നടന്നു, ഈ മാംഗോ വിളയിക്കുന്ന ആ പ്രദേശത്ത്. ആ സ്റ്റഡിയിൽ 5 വർഷത്തേക്ക് കോൺട്രാക്റ്റ് എടുക്കും. അവിടെ കൃഷി ചെയ്യും. ഈ കൃഷി ചെയ്യുന്ന സമയത്ത് വളരെ വലിയ തോതിൽ കീടനാശിനിയും ഒക്കെ തളിക്കും. 5 വർഷം കഴിയുമ്പം കർഷകന് തിരിച്ചു കൊടുക്കും. വളരെ വലിയ രീതിയിൽ വളവും കീടനാശിനിയൊക്കെ ഉപയോഗിച്ച് ശരിക്കും തകർന്ന എല്ലാ ഫലഭൂയിഷ്ഠതയും നശിച്ച മണ്ണാണ് കർഷകന് തിരിച്ചു കൊടുക്കുന്നത്. അവനവിടെ എന്തെങ്കിലും കൃഷി ചെയ്യും, ഉറപ്പായിട്ട് ആ കൃഷി പരാജയപ്പെടും. അനുഭവം ഇവിടുത്തെ സർവേയിൽ തെളിവായി പറയുന്നത്. അപ്പോൾ ഈ മറ്റേ ആദ്യം കോൺട്രാക്ട് എടുത്ത കൃഷിയുണ്ടല്ലോ, കൊണ്ടുവന്ന് കുറച്ച് പൈസയോടെയും കൊടുക്കും, ആ സ്ഥലം ഞാൻ നക്കാൻ പറയും. അങ്ങനെ വ്യാപകമായി സ്ഥലം നഷ്ടപ്പെട്ടതിൻ്റെ ചരിത്രം നമ്മുടെ ഈ കേരളത്തിൽ തന്നെയുണ്ട്. ചെറുകിട ഫാമിങ് അവിടെ നടക്കുന്നത്, എന്നിട്ടും സ്ഥലം നഷ്ടപ്പെടുക. യഥാർത്ഥത്തിൽ കർഷക പ്രക്ഷോഭത്തിൻ്റെ യഥാർത്ഥ ഭീതി കിടക്കുന്നത് അവരുടെ ഭൂമിയുടെ മേലുള്ള കർഷക ജനതയുടെ അവകാശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നതിലാണ് ഈ സമരത്തിൻ്റെ യഥാർത്ഥ ഭീതി കിടക്കുന്നത്. ജനം 100 ദിവസമായി വീടുകളിൽ പോകാതെ തങ്ങി നിന്ന് പ്രക്ഷോഭം നടത്താനുള്ള ഊർജം അവർക്ക് വരുന്നത് വർഷങ്ങളായി അവർ കൈവശം വച്ചിരിക്കുകയും അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ അടിത്തറയാവുകയും ചെയ്ത ഭൂമിയുടെ മേലുള്ളവരുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നു എന്നതാണ്. ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ അവസാനത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻറ്റും വെക്കാൻ പാടില്ല. ഈ മൂന്നാമത്തെ ആക്റ്റിലെ ഒരു കാര്യമാണ്. ഭൂമിയുമായിട്ടുള്ള എഗ്രിമെൻ്റൊന്നും ആരും വെക്കേണ്ടത്, ഇവൻ തന്നെ ഭൂമി കൊടുത്തോളുമല്ലോ, ആ അവസ്ഥയിലെത്തിക്കും. അങ്ങനെയാണ് ഭൂമി പോകുന്നത്, അതല്ലാതെ അവൻ പിടിച്ചു മേടിക്കുന്നതല്ല. കർഷകനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരികയും അവൻ കടക്കണിയിൽ വീഴുകയും ചെയ്താൽ അവൻ തന്നെ മറ്റവനെ നിർബന്ധിച്ച് ഭൂമി കൊടുത്തോളും, ഭൂമി എടുത്തോളാൻ പറയും. ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ ഇതിൻ്റെ പ്രൊവിഷൻ, 4ാമത്തെ പ്രൊവിഷൻ പറയുന്നൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, എഗ്രിമെൻറ്റ്, റിട്ടൺ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. ഇപ്പം വ്യാപകമായിട്ട് കാർഷിക മേഖലയിൽ റിട്ടൺ എഗ്രിമെൻ്റ് ഇല്ല. അതൊരു വലിയ കുഴപ്പമാണ്. അതുകൊണ്ട് റിട്ടൺ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം, നിർബന്ധം. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കാർഷിക മേഖല റിട്ടൺ എഗ്രിമെൻ്റ് ഇല്ലാത്തതെന്ന് ഈ മോഡി എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അക്ഷരാഭ്യാസം ഇല്ലാത്ത മനുഷ്യരാണ്, എഴുതാനും വായിക്കാനും അറിയാമല്ലാത്ത മനുഷ്യരാണ് ബഹുഭൂരിപക്ഷവും ഈ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നത്. അവർക്ക് ഈ കോർപ്പറേറ്റുകൾ കൊണ്ടുവരുന്ന വളരെ ടെക്നിക്കലായിട്ടുള്ള ലാംഗ്വേജൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം ഒന്നും മനസ്സിലാകാനും പോകുന്നില്ല. തീർച്ചയായും അവർ കൂടുതൽ ട്രാപ്പിൽ ചെന്ന് വീഴാനാണ് സാധ്യത എന്നുള്ളതാണ് ഉറപ്പ്. റിട്ടൺ എഗ്രിമെൻറ്റും, ആ റിട്ടൺ എഗ്രിമെൻറ്റിൽ കൊടുക്കുന്ന പ്രൈസ്, ഇതിൻ്റെ വില, പ്രോഡക്റ്റിൻ്റെ വില കാണിച്ചിരിക്കണം. എങ്ങനെ കാണിക്കും? നമ്മൾ നെല്ല് ഇപ്പോൾ വിതയ്ക്കുന്നു, ഇപ്പം നമ്മൾ എഗ്രിമെൻ്റ് വെച്ചാൽ വിതയ്ക്കുന്നത്, ഇപ്പം തന്നെ കാണിക്കണോ ഞാൻ 25 രൂപയ്ക്ക് എടുത്തോളാം. അന്നേരം മാർക്കറ്റ് 25 രൂപ വിലയില്ലെങ്കിലോ അവൻ തരുമോ? അപ്പോൾ അതിനൊരു നിയമം, റെഗുലേഷൻ വേണം. അപ്പോൾ കർഷകരൊരു നിർദ്ദേശം വെച്ചു, താങ്ങുവിലയിൽ കുറയാത്ത എഗ്രിമെൻ്റ് വെക്കുന്നവനെതിരെ നിയമ നടപടിയെടുക്കണം. താങ്ങുവിലയായിരിക്കണം മാനദണ്ഡം. അതിൽ കൂടുതലാണ് മാർക്കറ്റ് വിലയെങ്കിൽ അത് ബോണസായി കർഷകന് കൊടുക്കണം. ന്യായമല്ലേ? ന്യായമാണല്ലോ. താങ്ങുവില എന്നുള്ളൊരു വാക്ക് ഇതിനകത്തില്ല, മനസ്സിലായില്ലേ? താങ്ങുവില എന്നൊരു വാക്കില്ല. മിനിമം സപ്പോർട്ട് എന്ന് പറഞ്ഞ ആ സാധനം ഇല്ല. അതിന് ഗവൺമെൻറ് തയ്യാറല്ല. അതിന് ഗവൺമെൻറ് തയ്യാറല്ലാത്തപ്പോൾ കർഷകൻ പിന്നെ എങ്ങനെ സ്വസ്ഥമായി വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു? അതുകൊണ്ടാണ് 100 ദിവസമായിട്ട് അവരോട് സമരം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 3 നിയമങ്ങളും കർഷകൻ്റെ താല്പര്യത്തെ സംരക്ഷിക്കാനാണ് എന്ന വ്യാജേന കൊണ്ടുവന്നതാണെങ്കിലും അത് പ്രഥമ ദൃഷ്ട്യാ കർഷകൻ്റെ താല്പര്യങ്ങൾക്കെതിരാണ് എന്നത് ഉറപ്പാണ്. മാത്രവുമല്ല, നമ്മൾ ഇന്ന് കാണുന്നതിനേക്കാൾ ദൂരവ്യാപകമായ ദുരന്ത ഫലങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായ നിയമങ്ങളാണ് ഇവയെല്ലാം
എന്നുകൂടി നമ്മൾ കാണുക. അതാണ് ഈ കർഷക പ്രക്ഷോഭത്തിൻ്റെ യഥാർത്ഥ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നൊരു കാര്യം. കുറേ പ്രൊവിഷൻസ് വേണേൽ പറയാം, ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നത്. എനിക്കതിൻ്റെ പൊളിറ്റിക്കൽ സൂചനകൾ എന്നതിലാണ് താല്പര്യമുള്ളത്. അപ്പോൾ അത് പറയാമെന്നാണ്. ഈ കർഷക ഈ സമരത്തെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ എന്താണ്? നമ്മൾ ഒത്തിരി സമരങ്ങൾ, എല്ലാ ദിവസവും സമരമുള്ളൂ ഇന്ത്യക്കകത്തും കേരളത്തിലും, ഒത്തിരി സമരങ്ങൾ നമ്മൾ കണ്ടതുമാണ്. ആ സമരങ്ങൾ ഈ സമരത്തെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ പാർട്ടികളും സമരത്തിന് വെളിയിലാണെന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. വെളിയിലാണ് സമരത്തിന്. നിങ്ങളിങ്ങനെ വന്നു പോകരുതെന്നാണ് രാഷ്ട്രീയ നേതാക്കളോട് പറഞ്ഞേക്കണേ. എന്തുകൊണ്ടായിരിക്കും കർഷക പ്രക്ഷോഭകാരികൾ നിങ്ങളിങ്ങനെ വന്നു പോരരുതെന്ന് പറഞ്ഞത്? അതൊരു ഇന്ത്യൻ ജനതയുടെ അനുഭവമാണ്. ആ അനുഭവത്തെ അവർ കൺസീവ് ചെയ്തു, അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അവർ വന്നാൽ അപകടമെന്ന് അവർക്ക് മനസ്സിലായി. ഈ സമരം തകരാനുള്ള സാധ്യത, ഞങ്ങളുടെ താല്പര്യം ബലികഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതുകൊണ്ട് അവർ രാഹുൽ ഗാന്ധിയോടടക്കം പറഞ്ഞ് ആ പരിസരത്ത് കണ്ടുപോകരുന്നത് പറഞ്ഞ കാര്യം. ഇപ്പം രാഷ്ട്രീയ കക്ഷികളെ പുറത്ത് നിർത്തുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം വരാം. അത് ശരിയാവുന്നത് മോഡി എന്ന് പറയുന്ന ഫാസിസ്റ്റായ ഭരണാധികാരിയെ പ്രതിരോധിക്കാൻ കഴിയുന്ന രാഷ്ട്രീയമോ രാഷ്ട്രീയ നേതൃത്വമോ അല്ല ഇവരെന്ന തിരിച്ചറിവാണ് കർഷകരെ ഇവരെ പുറത്തു നിർത്താൻ പ്രേരിപ്പിക്കുന്നൊരു കാര്യം. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ബാക്കിയുള്ള സമരങ്ങളിൽ നിന്നും ഈ സമരത്തെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. രണ്ടാമതൊരു സംഗതി, അത് ഉയർത്തിപ്പിടിക്കുന്ന സമാധാനബോധമാണ്. ചെറിയ കാര്യമല്ല. ഇത്ര ആൾക്കൂട്ടം 100 ദിവസം അവിടെ നിന്നിട്ടും അവിടെ ഒരു കലാപം ഉണ്ടായില്ല എന്നത് ചെറിയ കാര്യമല്ല. പോലീസ് നിരന്തരം പ്രകോപനം ഉണ്ടാക്കുകയായിരുന്നു. BJPയുടെയും സംഘപരിവാറിൻ്റെയും ഏജൻസികൾ അതിനകത്ത് കയറി തന്നെ 26-ലെ പരിപാടിയെ തകർക്കാൻ വേണ്ടി ചെങ്കോട്ടയിൽ ചെന്ന് കയറുകയും കൊടിയുയർത്തുകയൊക്കെ ചെയ്തിട്ട് ഏറ്റവും അവസാനം അവർ തന്നെ പ്രതികളായി. കർഷകരല്ല പ്രതികൾ. പഞ്ചാബിലെ BJPയുടെ സഹകാരിയായ സിനിമാ നടനാണ് അതിന് നേതൃത്വം കൊടുത്തതെന്ന് ജനത്തിന് മനസ്സിലായി. സമാധാനപൂർണമായ സമരമാണ് നടക്കുന്നത്. അതും പ്രധാനമാണ്. ഇന്ത്യയിലെ കർഷകർക്ക് രക്ഷപ്പെടാൻ സായുധ സമരം മാത്രമേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മധ്യേന്ത്യയിൽ സായുധ വിപ്ലവം നടത്തുന്ന, ഇന്നലെ 2 പോലീസുകാർ മരിച്ചു. എന്തിനാണ് അവരൊക്കെ മരിക്കുന്നത് എനിക്കൊരു പിടിയില്ല. കുറച്ച് നാൾ കഴിയും കുറേ ആദിവാസിയും മരിക്കും. ഇനി മരണത്തിൻ്റെ തുടർച്ചയല്ലാതെ കാര്യത്തിൽ തീരുമാനമൊന്നും ആവുന്നില്ല. അവർക്കും കൂടിയുള്ളൊരു മെസ്സേജാണ്, നിങ്ങളുടെ ഈ സായുധ സമരമല്ല, മറിച്ച് സമാധാനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു ബഹുജന പ്രക്ഷോഭമാണ്, അതിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള പ്രാപ്തിയാണ് ഇനി മുതലുള്ള സമരങ്ങൾക്ക് വേണ്ടത് എന്ന വ്യക്തമായ സന്ദേശമാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സമരം എന്ന് പറഞ്ഞാൽ അറിയാലോ, യൂത്ത് കോൺഗ്രസ്സുകാരുടെയും DYFIക്കാരുടെ സമരം, യുവമോർച്ചക്കാരുടെയൊക്കെ സമരം നമ്മൾ കാണുന്നു. അവർ നേരെ സെക്രട്ടറി നടയിലേക്ക് ചെല്ലുന്നു. അപ്പുറത്ത് കുറേ പോലീസുകാർ വലിയൊരു ഗേറ്റെ പിടിച്ച് കുലുക്കുന്നു. അതൊക്കെ മറിച്ചിടാൻ ശ്രമിക്കുന്നു. എന്നാലും അവർ വെള്ളം പമ്പ് ചെയ്യുന്നു. അവർ പോകുന്നില്ല. പോലീസ് അടിക്കുന്നു, തല പൊട്ടുന്നു. അത് വലിയ സീനായി പുറത്ത് വരുന്നു. അവർ ആശുപത്രിയിൽ പോകുന്നു. ഇന്നലെ പോലീസ് മർദ്ദനം, 3 പേർ ആശുപത്രി. സമരവും തീർന്നു, പരിപാടി. എന്തിനാ ഈ നാടകം കളിക്കുന്നത്? ആരെയെ ബോധ്യപ്പെടുത്താൻ? കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കടക്കം അറിയാവുന്ന ഇത് വെറും നാടകം കളിയാണെന്ന്. വെറും നാടകം കളിയാണ്. പിണറായി വിജയൻ അഴിമതി ചെയ്ത ആയിക്കോട്ടെ. പിണറായി വിജയൻ അഴിമതി ചെയ്തു എന്ന് പറയാൻ യോഗ്യതയുള്ള ആരാ ഉള്ളത്? BJPക്കാരോ? BJPക്കാരാണ് യോഗ്യന്മാർ? കോൺഗ്രസ്സുകാരാണ് യോഗ്യന്മാർ? ഇനി കോൺഗ്രസ്സുകാർ അഴിമതി ചെയ്തതെന്ന് പറയാൻ ഇവർക്കല്ല യോഗ്യതയുള്ളത്, മാർക്സിസ്റ്റുകാർക്ക്. അപ്പോൾ ഇവരെല്ലാം ഇതിനകത്ത് തുല്യ ശക്തികളാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കോമാളിത്തരം കാണിക്കുന്നതിനാണ് സമരമായി നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. ഈ കോമാളികളെയാണ് യഥാർത്ഥത്തിൽ കർഷക പ്രക്ഷോഭം പുറത്ത് നിർത്തിയിരിക്കുന്നത്. ഈ കോമാളിത്തരത്തിനല്ല ഞങ്ങൾ വന്നത്. അവരവിടെ നിന്ന് ലോഡ് കണക്കിന്, നമ്മൾ കാണാത്തൊരു കാര്യമാണ്, ലോഡ് കണക്കിന് ഫുഡുമായിട്ട് ഇങ്ങോട്ട് വരിക. വഴി സൈഡിലിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീനിൽ ചപ്പാത്തി ഉണ്ടാക്കുക, കുഴൽക്കിണർ കുഴിച്ച് വെള്ളം കണ്ടെത്തുക, താമസിക്കാനായി താൽക്കാലികമായി അവിടുത്തെ ഗുരുദ്വാരകളും പള്ളികളും തുറന്നു കൊടുക്കുക. ഇതൊക്കെ നമ്മളിതിനു മുമ്പ് കേട്ടിട്ടുള്ള കാര്യമല്ല. ഇന്ത്യ കണ്ടിട്ടില്ലെന്നേ. ഞാൻ പറയുന്ന 42-ലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബഹുജന പങ്കാളിത്തമുള്ള വിപുലമായൊരു പ്രക്ഷോഭമാണ് കർഷക പ്രക്ഷോഭം. ആ പ്രാധാന്യം ചരിത്രപരമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സമാധാനത്തിൻ്റെ ഈ വഴി,
അതുപോലെ പ്രധാനം നമ്മൾ പോലീസുകാർക്കൊക്കെ അവരുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന നമ്മൾ കാണുന്നൊരു കാര്യം. പോലീസുകാർക്കൊണ്ട് ഭക്ഷണം കൊടുക്കുക. ഇവിടെ പോലീസുകാരെ അടിക്കുന്നു, പോലീസുകാർ തിരിച്ചടിക്കുന്നു. അവർ പോലീസുകാരെ അടിക്കാൻ ശ്രമിക്കുന്നു, അവർ തിരിച്ചടിക്കാതെ അവിടെ ഇരിക്കുന്നു. സമയമാകുമ്പോൾ പോലീസുകാർ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു. ഇത് പുതിയൊരു ഒരു ലാംഗ്വേജ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളത് കാണാതെ പോകും. അതിൻ്റെ പ്രാധാന്യം ഒരിക്കലും കാണാതെ പോകരുത്. അവരെന്ത് വെളിവുകേടാ കാണുന്നത്? പോലീസിനെ പിടിച്ച് അടിക്കാനുള്ളതിന്, പോലീസിനെല്ലാം വെടിവെച്ച് കൊല്ലാനുള്ളതിന് അവരാണ് പോലീസിന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുകയെന്നാണ് വിപ്ലവകാരികൾക്ക് തോന്നുന്നത്. ആ വിപ്ലവകാരികളെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്നാണ് ഇവർ തെളിയിക്കുന്നൊരു കാര്യം. അതുകൊണ്ട് സമാധാനപരമായ സമരം എന്നത് അതിൻ്റെ വലിയൊരു പ്രത്യേകത. മൂന്നാമതൊരു പ്രത്യേകത, നമ്മുടെ കാലഘട്ടത്തിലെ സ്റ്റേറ്റ് നമുക്കൊട്ടും ആക്സസ് ഉള്ള സ്ഥാപനമല്ല. പൗരനിൽ നിന്ന് അതിവിദൂരസ്ഥമാണ് സ്റ്റേറ്റിൻ്റെ നില. പൗരൻ എന്ത് പറഞ്ഞാലും സ്റ്റേറ്റ് കേൾക്കത്തില്ല. പൗരൻ പറയുന്നത് കേൾക്കുന്നതിന് അപ്പം അവൻ്റെ കേൾവിക്കപ്പുറമാണ് സ്റ്റേറ്റിൻ്റെ നില. അപ്പോൾ കൃഷിമന്ത്രിയെ കാണാൻ കഴിഞ്ഞ ജൂൺ 6-ാം തീയതി, ജൂൺ 5-നാണ് ഈ തീരുമാനമുണ്ടാകുന്നത്. ജൂൺ 6-ാം തീയതി കർഷക പ്രതിനിധികൾ ചെന്നു. ഈ തോമാർ എന്ന് പറയുന്ന നമ്മുടെ കൃഷിമന്ത്രിയെ കണ്ടു. നിങ്ങൾ ഈ ഇതുമായി മുന്നോട്ട് പോയ തീരുമാനവുമായി ഗവൺമെൻറ് മുന്നോട്ട് പോയാൽ ഞങ്ങൾ പ്രക്ഷോഭത്തിൽ കിടക്കും. ഉടനെ തോമാർ പറയും, പോയ ആളാണ് പി.ടി. ജോൺ, നമ്മുടെ ഇതിൻ്റെ ദക്ഷിണേന്ത്യൻ കോർഡിനേറ്ററാണ് പി.ടി. ജോൺ, കോട്ടയംകാരനാണ്. അദ്ദേഹം നേരിട്ട് ഒരു യോഗത്തിൽ പറഞ്ഞൊരു കാര്യം ഇത്. തോമാർ പറഞ്ഞു, നിങ്ങൾ സമരം ചെയ്തോ, ഇനിയിപ്പോൾ ഞാൻ കണ്ടു, ഞങ്ങളുടെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ സമരം ചെയ്തോന്ന്, ഞങ്ങൾ തീരുമാനവുമായി മുന്നോട്ട്. ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിക്ക് ജനങ്ങളുടെ പ്രതിനിധികളോട് പറയാൻ കൊള്ളാവുന്ന വാക്യമാണോ അത്? ആ വാക്യം തെളിയിക്കുന്നത് നിങ്ങളുടെ പരാതികളോ വാക്കുകളോ കേൾക്കാൻ ഗവൺമെൻറ് തയ്യാറല്ല എന്നാണ്. അത്തരമൊരു ഗവൺമെൻറ്റിനോടാണ് നമ്മൾ മുട്ടുന്നത് എന്ന വ്യക്തമായ ബോധ്യം ഈ പ്രക്ഷോഭത്തിനുണ്ട്. അതുകൊണ്ട് ഈ ഓർഡിനൻസ് 2 വർഷത്തേക്ക് മരവിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ കർഷക പ്രസ്ഥാനത്തെ നേതാക്കൾ പറഞ്ഞു, യെസ് ഓർ നോ, പിൻവലിക്കുമില്ലയോ അത് പറഞ്ഞാൽ മതി പറഞ്ഞു. നിങ്ങൾ വേറെ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട, പിൻവലിക്കുമോ ഇല്ലയോ? പിൻവലിക്കുന്നില്ല, ഞങ്ങളെന്തായാലും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ വേറെ ഏത് പ്രക്ഷോഭമുണ്ട് സ്വതന്ത്ര ഇന്ത്യക്കകത്ത്? അതാണ് ആ പ്രക്ഷോഭത്തിൻ്റെ യുണീക്ക്നെസ് എന്ന് പറയുന്നൊരു കാര്യം. അതുകൊണ്ടാണ് ഇത് നമ്മളുടെയും കൂടെ ഒരു പ്രക്ഷോഭമാണെന്ന് നമുക്ക് തോന്നുന്നത്. ഇതെന്നും നമ്മുടെ രാഷ്ട്രീയ കക്ഷികളില്ലാത്ത പുതിയൊരു മൂല്യബോധമാണ്, ജനങ്ങളോടുള്ളൊരു ഉത്തരവാദിത്വമാണ്, ഉയർത്തിപ്പിടിച്ച കോസിനോടുള്ള കമ്മിറ്റ്മെൻറ്റാണ്. ഇതെല്ലാം കൂടി കൂടിച്ചേർന്ന് ഈ സമരത്തെ ഒരു പുതിയ അനുഭവമായി ഇന്ത്യൻ സാമൂഹിക ചരിത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് ഒന്നാമതായി നമ്മൾ കാണേണ്ട കാര്യം. രണ്ടാമതായ ഒരു സംഗതി, ഈ സമരത്തിന് ഒരു ചരിത്രപരമായൊരു പ്രാധാന്യമുണ്ടോ? അതൊരു വെറുതെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ടു വന്നതാണ്. ഞാനങ്ങനെ കാണുന്നില്ല. ഞാൻ കാണുന്നത് ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റിയിട്ടുള്ളതെല്ലാം കർഷകരുടെ ഇടപെടലുകളാണ്, കർഷക പ്രക്ഷോഭങ്ങളാണ്. ബാക്കിയുള്ള പ്രക്ഷോഭമൊക്കെ അപ്രസക്തമാണെന്നല്ല ഞാൻ പറഞ്ഞു. നിർണായക ഘട്ടത്തിലെല്ലാം കർഷക പ്രക്ഷോഭം ഇന്ത്യയുടെ ചരിത്രത്തെ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് നമ്മൾ കാണണം. മഹാത്മാഗാന്ധിയെപ്പോലെ വലിയൊരു ബഹുജന നേതാവ് ഉയർന്നു വന്നത് 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിൽ നിന്നാണ്. കർഷകരുടെ പ്രക്ഷോഭമാണ്, നമ്മൾ മറന്നു പോകരുത്. കർഷകരുടെ പ്രക്ഷോഭമാണ്. അതിൽ നിന്നാണ് ഗാന്ധി ഇന്ത്യയിലെ വലിയൊരു ദേശീയ നേതൃത്വമായി വളർന്നു വരുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വിധിയെ മാറ്റിമറിക്കുകയായിരുന്നു ആ സംഭവം. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഇന്നത് ശുഷ്കിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് കമ്മ്യൂണിസ്റ്റുകാരനാണ്, നമ്മൾ മറക്കണ്ട. വേറെ ആരും ഇല്ലായിരുന്നു, അവരാ ഉണ്ടായിരുന്നുള്ളൂ പ്രതിപക്ഷമായിട്ട്. ബാക്കി മുഴുവൻ കോൺഗ്രസ്സായിരുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു ബദൽ കമ്മ്യൂണിസ്റ്റുകാരാണെന്നൊരു തോന്നൽ ഉണ്ടാക്കിയത് ചരിത്രത്തിൽ പരാജയപ്പെട്ട കലാപങ്ങളൊന്നായിട്ടുള്ള തെലുങ്കാനയാണ്. അതും കർഷകരുടെ പ്രക്ഷോഭമാണ്. അത് ഇന്ത്യയുടെ ചരിത്രത്തെ സ്വാധീനിച്ചൊരു കാര്യമാണ്. കേരളത്തിലാണ് ആദ്യമായി ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകൾ ഒരു ഗവൺമെൻറ്റിനുണ്ടാക്കിയത്. ആ ഗവൺമെൻറ് യഥാർത്ഥ ഊർജം കടന്നു വന്നത് മലബാറിലെ കാർഷിക പ്രക്ഷോഭങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആ ഗവൺമെൻറ് ആദ്യം തന്നെ കാർഷിക ബന്ധ ബിൽ നിയമം പാസ്സാക്കിയത്. വേറെ നിയമമൊന്നുമല്ല പാസ്സാക്കിയത്, കാർഷിക ബന്ധ നിയമമാണ്. കാരണം ആ ഗവൺമെൻറ്റിൻ്റെ ഊർജം കിടക്കുന്നത് 30കളിലും 40കളിലും നടന്ന കർഷകരുടെ ഉയർത്തെഴുന്നേൽപ്പുകളാണ്. ഞാൻ പറയും, കർഷകരുടെ ഉയർത്തെഴുന്നേൽപ്പുകൾക്ക് ചരിത്രത്തെ വൻ രീതിയിൽ സ്വാധീനിച്ചതിൻ്റെ വലിയ ചരിത്രം നമുക്ക് കാണാൻ കഴിയും.
അത് നിസ്സാരമായൊരു കാര്യമായി നമുക്ക് എടുക്കാമല്ലോ. അത്രയും പൊട്ടൻഷ്യലുള്ളൊരു വിഭാഗമാണവർ എന്നുകൂടി നമ്മൾ കാണണം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യക്കകത്ത് വലിയൊരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയാവുന്ന നക്സലൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ഉദയം ബംഗാളിലെ കർഷക പ്രക്ഷോഭമാണ്. നക്സൽബാരിയിൽ നടന്ന കർഷക പ്രക്ഷോഭത്തിൽ നിന്നാണ്. അതൊരു പതിറ്റാണ്ട് പരാജയപ്പെട്ടിരിക്കാം, പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തെ സ്വാധീനിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആയി മാറിയിരുന്നു. 1975 ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിയത് വടക്കേ ഇന്ത്യയിലെ കർഷകരാണെന്ന് പറഞ്ഞ ഒരു സംശയമില്ല കാര്യത്തിൽ. കർഷകർ പിന്മാറിയതുകൊണ്ടാക്കി. മലയാളിയൊന്നും അല്ലെന്നേ. മലയാളി എന്ന എല്ലാവരും കൂടി കൂട്ടത്തോടെ കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്. മനസ്സിലായില്ലേ? പ്രബുദ്ധ മലയാളി കൂട്ടത്തോടെ കോൺഗ്രസിന് വോട്ട് ചെയ്ത ചരിത്രമേ നമുക്കൊക്കെ ഉള്ളൂ. പക്ഷേ കർഷകരാണ്. അങ്ങനെ ഈ കർഷകരുടെ ഉയർത്തെഴുന്നേൽപ്പുകൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ കാണേണ്ടതുണ്ട്. ആ നിലക്ക് നോക്കുമ്പോൾ ഇതിന് വലിയൊരു ഹിസ്റ്റോറിക്കലായൊരു ഇമ്പോർട്ടൻസ് കൈവരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അതിൻ്റെ ഒരു ചരിത്രപരമായൊരു പ്രാധാന്യം അതിന് കൈവരാനുള്ള എല്ലാ ഇന്ത്യയുടെ ഈ ഫാസിസ്റ്റ് ഇന്ത്യയുടെ ഗതിയെ നിയന്ത്രിക്കാൻ കഴിയുന്നൊരു മഹാവിസ്ഫോടനമായി ചരിത്രത്തിൽ ഇത് സ്ഥാനം പിടിക്കുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് തന്നെയാണ് ഞാനതിനെ കാണുന്നത്. നാലാമതൊരു കാര്യം, ഈ സമരം എന്ത് രാഷ്ട്രീയമാണ്? എന്തെങ്കിലും രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ടോ? അതോ ഒരു കർഷകരുടെ മാത്രം സമരമാണ്? ഏത് സമരവും സ്വയം ഒരു രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അത്തരമൊരു രാഷ്ട്രീയം ഈ കർഷക പ്രക്ഷോഭവും ഉന്നയിക്കുന്നുണ്ട്. ഇതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഗവൺമെൻറ്റാണെന്നും ജനങ്ങളോട് ഉത്തരവാദിത്വമില്ലാത്തൊരു ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നതെന്നും ആ ഗവൺമെൻറ്റിനെ തിരുത്താനുള്ളൊരു ശേഷി ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കില്ലെന്നും അതുകൊണ്ട് പുതിയൊരു ജനകീയമായ ഉയർത്തെഴുന്നേൽപ്പ് ഇന്ത്യക്ക് ഉണ്ടാവണമെന്നും ആണ് ഈ കർഷക പ്രക്ഷോഭം പറയുന്നത്. എങ്കിൽ ഇവരുടെ താല്പര്യങ്ങൾ കർഷകരിപ്പോൾ പറഞ്ഞ ഇവരുടെ ചെറിയ മിനിമം അവകാശം പോലും ഇവർക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ വേറെ ഒരു മാർഗവുമില്ല. നരേന്ദ്രമോദി അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതല്ലാതെ കുറുക്കുവഴികളൊന്നും കർഷകരുടെ മുന്നിൽ അവശേഷിക്കുന്നില്ല. അവർ ഭരിക്കുന്നിടത്തോളം കാലം ഇത് നടക്കില്ല. കോർപ്പറേറ്റ് സേവയെ തള്ളിപ്പറയാൻ ഇവർക്കാവുന്നില്ല, പ്രതിപക്ഷത്തിനുമാവുന്നില്ല, ഭരണകക്ഷിക്കുമാവത്തില്ല. അപ്പോൾ പിന്നെ ജനങ്ങളുടെ മുന്നിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, മറ്റൊരു ഗവൺമെൻറ് ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള മാർഗം. ഇതുകൂടി വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ കാര്യം ഇതാണ്. ഈ നിയമം പാസ്സാക്കപ്പെട്ടു, 3 നിയമങ്ങൾ പാസ്സാക്കപ്പെട്ടു. ഇന്ത്യയിലെ പ്രതിപക്ഷം ഭരിക്കുന്ന നിരവധി സ്റ്റേറ്റുകളുണ്ട്, പ്രാദേശിക കക്ഷികൾ ഭരിക്കുന്ന നിരവധി സ്റ്റേറ്റുകളുണ്ട്. ഇവരെന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. ഇവർ തെരുവിൽ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടാവും, അണികളെ കൊണ്ട് പ്രകടനം നടത്തിയിട്ടുണ്ടാവും, കൂടി വന്നാൽ ഒരു റെസല്യൂഷൻ പാസ്സാക്കി അയച്ചിട്ടുണ്ടാവും. ഇതാണോ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഉള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുക? നമ്മളൊരു കാര്യം അറിയേണ്ടത്, കൃഷി എന്നത് ഈ നിയമം തന്നെ വലിയൊരു മാനിപ്പുലേഷനിലൂടെ രൂപപ്പെട്ടൊരു കാര്യമാണ്. കൃഷി എന്നത് യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടൊരു കാര്യമാണ്. ഫുഡിൻ്റെ ഭക്ഷ്യവസ്തുക്കളുടെ സംസ്കരണവും വിപണനവുമാണ് കേന്ദ്രത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളത്. ബാക്കിയൊക്കെ കൺകറൻ്റ് ലിസ്റ്റിൽ വരുന്നൊരു കാര്യമാണ്. ഈ കൺകറൻ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ഈ നിയമം കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിനെതിരല്ലാതെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഉദാഹരണം, ഈ നിയമത്തിൽ ബോധപൂർവമായി മറച്ചുവെച്ച താങ്ങുവില എന്ന സംഗതി, കർഷകർക്ക് താങ്ങുവില ഉറപ്പാക്കേണ്ടതാണ് എന്നൊരു നിയമം കേരളത്തിലെ മന്ത്രിസഭ പാസ്സാക്കിയാൽ ഈ നിയമത്തിന് അത് എതിരല്ല. അതുകൊണ്ട് അതിനെ തള്ളിക്കളയാനോ സൂപ്പർസീഡ് ചെയ്യുവാനോ കേന്ദ്ര ഗവൺമെൻറ് പറ്റില്ല. എന്ന് പറഞ്ഞാൽ കർഷകരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന പുതിയ പ്രൊവിഷൻസ് ഇതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുവാൻ ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് സ്റ്റേറ്റിന് അധികാരം കൊടുക്കുന്നുണ്ട്. ഈ അധികാരം ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല. എന്തുകൊണ്ട്? അവരും കോർപ്പറേറ്റുകൾക്ക് എതിരല്ല. പിണറായി വിജയൻ എതിരല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ആരാ എതിരല്ല? എതിരായി നിൽക്കുന്നത് ആരാ ഉള്ളത്? കോൺഗ്രസ് ഇപ്പം എതിരാ അദാനിക്ക്. അദാനി അവർക്ക് കാശ് കൊടുപ്പ് നിർത്തിക്കാണും, അത്രേ അതിന് കാരണമുള്ളൂ. അദാനിക്കും അംബാനിക്കും എതിരായിരിക്കും, പക്ഷേ കോർപ്പറേറ്റ് ഇടപാടുകൾക്കെതിരാണ്.
കോർപ്പറേറ്റുകളുടെ അമിതമായ ഈ ചൂഷണത്തിനെതിരാണോ എന്ന ചോദ്യം വരുമ്പോൾ ഈ ഗവൺമെൻറ്റുകളെല്ലാം അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം പ്രൊവിഷൻസ്, അവർക്ക് യഥാർത്ഥ സാധ്യമായ നിയമനിർമ്മാണങ്ങളിൽ നിന്ന് ഈ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും പ്രതിപക്ഷ ഭരണകൂടങ്ങളും സ്റ്റേറ്റ് ഭരണകൂടങ്ങളും പിന്മാറുന്നതോടെയാണ് ഇന്ത്യൻ ജനതയുടെ മേലുള്ള ചതി പൂർണ്ണമാകുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ബി ജെ പിയുടെ മാത്രം കാര്യം. ബി ജെ പിയെ മൈക്ക് കെട്ടി ചീത്ത വിളിച്ചതുകൊണ്ട് മാത്രം പരിഹരിക്കാൻ നമ്മുടെ മുന്നിലൊന്നുമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് തീരുമാനിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിക്ക് അനുയോജ്യമായി ഈ നിയമത്തിലേക്ക് കൂട്ടിച്ചേർക്കാവുന്ന പുതിയ പ്രൊവിഷൻസ് നിയമമായി കൊണ്ടുവന്ന ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബീഹാറിലെ ഒരു വിധിയുണ്ട്. ഇതിനെതിരല്ല അതൊന്നും. കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാനാണെന്ന് തെളിയിച്ചാൽ മതി കോടതിയിൽ. ഇത് ചെയ്യാൻ പറ്റും, ചെയ്തില്ല. അപ്പോൾ ഈ ഫെഡറൽ താല്പര്യങ്ങൾ സംരക്ഷിക്കാനെങ്കിലും ഈ റെസല്യൂഷൻ അപ്പുറത്തേക്ക് പോയി ഇതൊരു യുദ്ധം തുറക്കുവാൻ ഇവർക്ക് പറ്റും. ഇവരിത് ചെയ്താൽ ഇത് പൂർണ്ണമായി വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, അത് വേറൊരു കാര്യമാണ്. പക്ഷെ ഒരു യുദ്ധമുഖം തുറക്കുവാൻ പറ്റും. നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കർഷകരുടെ താല്പര്യം സംരക്ഷിക്കുന്നേയില്ല. സംരക്ഷിക്കണമെങ്കിൽ ഇത്തരം പുതിയ പ്രൊവിഷൻസ് കൂടി ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. കർഷകരുടെ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. മിനിമം സപ്പോർട്ട് പ്രൈസ് ഉണ്ടാവണം. അതിനകത്ത് ഉൾച്ചേർക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ഈ നിയമത്തിനെതിരാവുന്നത്? നിയമത്തിനെതിരാവില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുകയും വെറുതെ ഈ തെരുവിൽ ചില ഗോഗ്വാ വിളികൾ മാത്രം മുഴക്കുകയും ചെയ്യുന്നൊരവസ്ഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ സാഹചര്യത്തിൽ കർഷക പ്രസ്ഥാനത്തെ ഒരു തരത്തിലും സഹായിക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് കർഷകരുടെ പ്രക്ഷോഭം കേവലം കർഷകരുടെ ഒരു അവകാശ പ്രക്ഷോഭം എന്നതിനപ്പുറം നമ്മുടെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഫാസിസ്റ്റ് ഭരണക്രമത്തിനെതിരെ കൂടിയുള്ള ഒരു പ്രക്ഷോഭമായി തന്നെയാണ് നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. ആ പ്രക്ഷോഭം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളൊരു ഗവൺമെൻറ് എന്നുള്ള സങ്കല്പത്തിലാണത് അടിയുറച്ച് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഫാസിസ്റ്റ് ഇന്ത്യയിൽ നിന്നും പുറത്തു കടക്കാനുള്ള പ്രധാനപ്പെട്ട കവാടങ്ങളിലൊന്നായിരിക്കും കർഷകരുടെ പ്രക്ഷോഭം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഉൾക്കൊണ്ടിരിക്കുന്ന, അത് മുന്നോട്ട് വച്ചിരിക്കുന്ന രാഷ്ട്രീയത്തെ തിരിച്ചറിയുവാനും അതിനെ വികസിപ്പിക്കുവാനും അതിൻ്റെ കൂടെ നിൽക്കുവാനുമാണ് യഥാർത്ഥത്തിൽ പൗരസമൂഹം തയ്യാറാകേണ്ടത്. അത് മാത്രമാണ് നമ്മുടെ മുന്നിലെ വഴി എന്ന് മാത്രം പറഞ്ഞു വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.